തെക്ക് കിഴക്കൻ സ്കോട്ട്ലൻഡിൽ എഡിൻബ്രയിൽ നിന്ന് 45 മൈൽ തെക്കായി ഇംഗ്ലണ്ട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സ്കോട്ടിഷ് ബോർഡേഴ്സ്. സ്കോട്ട്ലൻഡിന്റെ 32 യൂണിറ്ററി കൗൺസിൽ ഏരിയകളിൽ ഒന്നായ സ്കോട്ടിഷ് ബോർഡേഴ്സ് 1800-ലധികം ചതുരശ്ര മൈൽ വിസ്തൃതിയിൽ നദികളും നിരവധി ചെറുകുന്നുകളും അവയുടെ താഴ്വരകളുമെല്ലാമായി പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഒരിടമാണ്. അവിടെയാണ് 4 കുന്നുകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ഡെവിൾസ് ബീഫ് ടബ് എന്നു പേരുള്ള താഴ്വര. നൂറ്റാണ്ടുകളോളം ഡെവിൾസ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ കാലിക്കൊള്ളക്കാർ തങ്ങൾ കട്ടെടുത്തിരുന്ന കന്നുകാലികളെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരിടമായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വീണത്. അന്നാൻ നദിയുടെ ഒരു കൈവഴി ഈ ഡെവിൾസ് ബീഫ് ടബിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കുത്തായ പാറക്കെട്ടുകളിലൂടെയും മലയിടുക്കുകളിലൂടെയും ഒക്കെ വളഞ്ഞു പൊളഞ്ഞൊഴുകി ഒടുവിൽ മോഫാറ്റ് എന്നൊരു ചെറു പട്ടണത്തിലൂടെ കടന്നു പോകും. പ്രദേശവാസികളായ പല സാഹസികരുടെയും ഫേവറേറ്റ് ട്രക്കിംഗ് ഡെസ്റ്റിനേഷനായ ഡെവിൾസ് ബീഫ് ടബിൽ നിന്ന് ഏതാണ്ട് 1 മൈലോളം തെക്കുമാറി 1935 സെപ്റ്റംബർ 29 ഏറെ യാദൃച്ഛികമായ ഒരു സംഭവം നടക്കുന്നു. അന്നേ ദിവസം രാവിലെ സൂസൻ ജോൺസൺ എന്നു പേരുള്ളൊരു യുവതി തൻ്റെ അമ്മയുമായി അവിടേക്ക് ഹൈക്കിങ്ങിന് പോയി. ലെനാർഡ്ഷെയറിൽ നിന്ന് അവധിക്കാലം ചെലവിടാനെത്തി മൊഫാറ്റിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു സൂസൻ. സഹോദരൻ ആൽഫ്രഡും അവർക്കൊപ്പം അവധിക്കാലം ചെലവിടാൻ എത്തിയിരുന്നുവെങ്കിലും ആ നടത്തത്തിന് കൂടിയിരുന്നില്ല. ടൗണിൽ നിന്നിറങ്ങി കാട്ടിനുള്ളിലൂടെ വടക്ക് ദിക്കിലേക്ക് നടന്നു നീങ്ങുന്ന അവർ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുന്നേറി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും ആ പ്രഭാതം താരതമ്യേന ഊഷ്മളമായിരുന്നു. ഓൾഡ് മൊഫാറ്റിൽ നിന്ന് എഡിൻബ്ര റോഡ് വഴിക്ക് അവർ ഇറങ്ങി നടന്നത് ഡെവിൾസ് ബീഫ് ടബിന്റെ നേർക്ക് തന്നെ ആവണം. പക്ഷെ പോകും വഴി അവർ കണ്ട ചില ദൃശ്യങ്ങൾ ആ നടത്തം പാതി വഴി ഉപേക്ഷിക്കാൻ അവരെ നിർബന്ധിതരാക്കി. നടന്ന് അവരൊടുവിൽ കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു പാലത്തിന്റെ മുകളിലെത്തി. ഒരൊറ്റ കാറിനു മാത്രം പോകാൻ പറ്റുന്നത്ര വീതിയുള്ള ഒരു സാധാ നാടൻ വഴി. നടന്നു പോകുന്ന വഴിക്ക് സൂസൻ ആ പാലത്തിന്റെ താഴേക്കുള്ള ചെരുവിലൂടെ വെറുതെ ഒന്ന് ഏന്തി വലിഞ്ഞു നോക്കി. ഗാർഡൻ ഹോംലിൻ എന്ന് പ്രദേശവാസികൾ വിളിക്കുന്ന ഒരു അരുവിയാണ് ആ പാലത്തിന്റെ അടിയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. അതിന്റെ കരയിൽ എന്തോ കിടക്കുന്നത് കണ്ടപ്പോൾ സൂസൻ ഒന്നുകൂടി സൂക്ഷ്മമായി അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. അവിടെ കിടക്കുന്ന 2-3 ഭാണ്ഡക്കെട്ടുകളിൽ ഒന്നിൽ നിന്ന് ഒരു കൈ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ അറിയാതെ ഒന്ന് അലറി കരഞ്ഞുപോയി. അതോടെ നടത്തം നിർത്തി സൂസൻ ഈ വിവരം സഹോദരൻ ആൽഫ്രഡിനെ അറിയിക്കാൻ വേണ്ടി തിടുക്കപ്പെട്ട് തിരികെ ഹോട്ടലിലേക്ക് ഓടി. സഹോദരിക്ക് ഒരൽപ്പം വിസ്കി ഒഴിച്ചു കൊടുത്ത് അവരുടെ പരിഭ്രമം ഒന്നടക്കിയ ശേഷം അയാൾ ഹോട്ടലിൽ നിന്ന് 10-20 യാർഡ് മാത്രം അകലെ കിടക്കുന്ന ആ അരുവിയിലേക്ക് പോയി. സൂസൻ കണ്ടത് ഒരു മൃതദേഹ അവശിഷ്ടം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. ഒരു മനുഷ്യദേഹം പല പല കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി പേപ്പറിലും പിന്നെ തുണിയിലുമായി പൊതിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ് ആരോ അവിടെ. സംഗതി പരിശോധിച്ചുറപ്പിച്ചതും ആൽഫ്രഡ് ഈ വിവരം ലോക്കൽ പോലീസിൽ അറിയിച്ചു. സൂസൻ അന്ന് അരുവിയുടെ കരയ്ക്ക് കണ്ടെത്തിയ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ പോലീസിനെ നയിച്ചത് സ്കോട്ടിഷ് ക്രിമിനൽ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും പ്രമാദമായ ഇരട്ട കൊലപാതകങ്ങളിൽ ഒന്നിന്റെ അന്വേഷണത്തിലേക്കാണ്. ചേരുംപടി ചേർക്കേണ്ട നിരവധി തെളിവുകൾ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അന്വേഷകർക്ക് മുന്നിലെത്തി. ഹോമിസൈഡ് ഇൻവെസ്റ്റിഗേഷനുകളിൽ പിൽക്കാലത്ത് നിരന്തരം ഉപയോഗിക്കപ്പെട്ട പല ശാസ്ത്രീയ മാർഗങ്ങളും ആദ്യമായി പോലീസ് ഡിറ്റക്റ്റീവുകൾ എടുത്തു പയറ്റിയ ഈ കുറ്റകൃത്യം പിന്നീട് അറിയപ്പെട്ടത് ജിഗ്സോ മർഡേഴ്സ് എന്നാണ്. 1935 ഇംഗ്ലണ്ടിലെ ലങ്കാസ്റ്റർ പട്ടണത്തിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ ബക്ക് ക്രക്സ്റ്റൺ എന്ന ഇന്ത്യൻ വംശജനായ സർജൻ കേവലം സംശയത്തിന്റെ പേരിൽ നടത്തിയ അതിക്രൂരമായ ഇരട്ട കൊലപാതകത്തിന്റെ കഥ. തെളിവുകൾ ഇല്ലാതാക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടും അതിവിദഗ്ധമായ കുറ്റാന്വേഷണത്തിന്റെയും ഫോറൻസിക് തെളിവുകളുടെയും ബലത്തിൽ ഒടുവിൽ ആ കൊലപാതകിക്ക് കഴുമരത്തിലേറേണ്ടി വന്നതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഈ സംഭവം നടക്കുമ്പോൾ മോഫാറ്റ് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് കോൺസ്റ്റബിൾ ജെയിംസ് ഫെയർവെതർ എന്നൊരു പോലീസുകാരനാണ്. ഡംഫ്രിഷെയർ കോൺസ്റ്റബിളറിയുടെ ജൂറിസ്ഡിക്ഷന് കീഴിൽ പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു റിമോട്ട് സ്റ്റേഷനാണ് മൊഫാറ്റ്. 60 മൈൽ വടക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ഗ്ലാസ്ഗോ പോലെയോ 50 മൈൽ വടക്ക് കിഴക്ക് കടന്നിരുന്ന എഡിൻബ്രയെ പോലെയോ അങ്ങനെ കുറ്റകൃത്യങ്ങൾ പതിവായി നടക്കുന്ന ഒരു പട്ടണവുമല്ല ഇത്. ആ ഞായറാഴ്ച ദിവസം ഷിഫ്റ്റിൽ കാര്യമായ തിരക്കൊന്നും കോൺസ്റ്റബിൾ ഫെയർവെതർ പ്രതീക്ഷിക്കുന്നില്ല. പാലത്തിന് ചുവട്ടിൽ അരുവിക്കരയിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളെക്കുറിച്ചുള്ള വിവരവുമായി ആൽഫ്രഡ് ജോൺസൺ എത്തും വരെയും അത് അങ്ങനെ തന്നെ ആയിരുന്നു താനും. ഈ വിവരം അറിഞ്ഞ നിമിഷം തൊട്ട് നിലത്ത് നിൽക്കാനുള്ള സാവകാശം മോഫാറ്റ് സ്റ്റേഷനിൽ ആർക്കും തന്നെ പിന്നെ കിട്ടുന്നില്ല. സംഗതി തന്റെ പിടിയിൽ നിൽക്കുന്ന കേസല്ല എന്ന് തോന്നിയുകൊണ്ടാകും കോൺസ്റ്റബിൾ ഫെയർവെതർ ഈ വിവരം ഉടനെ തന്നെ സമീപത്തുള്ള മെയിൻ പോലീസ് സ്റ്റേഷനായിട്ടുള്ള ഡംഫ്രീസിലേക്ക് വിളിച്ചറിയിക്കുന്നു. ഡംഫ്രീസ് സ്റ്റേഷനിലെ സാർജന്റ് റോബർട്ട് സ്ലോവൻ ഈ വിവരം കിട്ടിയ പാടെ തന്നെ പുറപ്പെടുന്നു. ഉച്ചതിരിഞ്ഞ് കൃത്യം 3:40 ഇവർ 3 പേരും, അതായത് വിവരമറിയിച്ച ആൽഫ്രഡ് ജോൺസണും കോൺസ്റ്റബിൾ ഫെയർവെതറും സാർജന്റ് റോബർട്ട് സ്ലോവനും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ട പാലത്തിനരികിൽ വെച്ച് കണ്ടുമുട്ടി. ഇവരുമായിട്ട് സംസാരിച്ച ശേഷം സാർജന്റ് സ്ലോവൻ നേരത്തെ സൂസൻ ചെയ്തതുപോലെ പാലത്തിന്റെ കൈവരിക്ക് മുകളിലൂടെ ആദ്യം ഒന്ന് താഴേക്ക് എത്തി നോക്കുന്നു. പിന്നാലെ ആ ഫെൻസിങ്ങിന് മുകളിലൂടെ വലിഞ്ഞു കയറി ഒരൽപ്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അയാൾ താഴെ അവശിഷ്ടങ്ങൾ കിടക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. ഗാർഡൻ ഹോംലിൻ എന്ന ആ അരുവി കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടേക്കാണ് ഒഴുകുന്നത്.
പാലത്തിന്റെ ബേസിൽ നിന്ന് 66 അടിയോളം ദൂരെ മാറി ഡൗൺ സ്ട്രീമിലായിട്ടാണ് സൂസൻ കണ്ട കെട്ടുകൾ കിടക്കുന്നത്. 4 പൊതികളിലായിട്ട് 2 തലകൾ, ഒരു തുടയെല്ല്, 2 കൈകൾ, ഇത്രയുമാണ് അവിടെ കടന്നിരുന്നത്. 2 കൈകളിലെയും വിരൽത്തുമ്പുകളെല്ലാം അറുത്തു മാറ്റിയ നിലയിലാണ്. ആ കെട്ടുകളിൽ ചർമ്മത്തിന്റെയും മാംസത്തിന്റെയും ഒക്കെ കഷ്ണങ്ങൾ വേറെയും ഉണ്ടായിരുന്നു എന്നാണ് താൻ കണ്ട ദൃശ്യത്തെക്കുറിച്ച് പിന്നീട് സാർജന്റ് സ്ലോവൻ മേലധികാരികൾക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പൊതിഞ്ഞ നിലയിൽ ചില പത്രക്കടലാസുകളും സാർജന്റ് ശ്രദ്ധിക്കുന്നു. ആ പഴയ ന്യൂസ് പേപ്പറുകൾക്ക് അപ്പോൾ അയാൾ കാര്യമായ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല എങ്കിലും ഈ കേസിന്റെ നാൾവഴികളിൽ പിന്നീട് അങ്ങോട്ട് അവ ഏറെ നിർണായകമായിട്ട് മാറുന്നത് നമ്മൾ കാണും. കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ശ്രദ്ധയോടെ പാക്ക് ചെയ്ത ശേഷം സാർജന്റ് അവ മോർച്ചറിയിലേക്ക് കൊടുത്തുവിടുന്നു. അടുത്ത ദിവസം രാവിലെ കുറെ കൂടി വലിയൊരു പോലീസ് പാർട്ടി വീണ്ടും അതേ സ്ഥലത്തെത്തി തെളിവുകൾക്ക് വേണ്ടി കൂടുതൽ വിശദമായിട്ടുള്ള സെർച്ചുകൾ നടത്തുന്നു. ആ തിരച്ചിലിൽ കുറെ കൂടി മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്യുന്നു. പല ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ പല ശരീരാവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുന്നു എന്നല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടുതലൊന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ പ്രദേശത്തെ ജനറൽ പ്രാക്ടീസ് ഡോക്ടർമാരായിട്ടുള്ള ഡോക്ടർ ഡേവിഡ് ഹസ്കിയും ഡോക്ടർ പ്രിങ്കിളും ചേർന്ന് ഈ മൃതദേഹാവശിഷ്ടങ്ങളുടെ ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നു. പല കഷ്ണങ്ങളായിട്ട് ചിതറിയിട്ടാണ് ഈ അവശിഷ്ടങ്ങൾ കിടന്നിരുന്നതെങ്കിലും ഇത് 2 പേരുടെ ബോഡി റിമെയിൻസ് ആണ് എന്ന് ഈ ഡോക്ടർമാർ കണ്ടെത്തുന്നു. എന്നാൽ അതേസമയം കൊല്ലപ്പെട്ടത് 30 വയസ്സുള്ള ഒരു സ്ത്രീയും ഏതാണ്ട് 50 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു പുരുഷനുമാണ് എന്നൊരു തെറ്റായ നിഗമനം കൂടി അപ്പോൾ ഈ ഡോക്ടർമാരിൽ നിന്നുണ്ടാവുന്നു. അവരന്ന് പറഞ്ഞത് അതുപോലെ പത്ര റിപ്പോർട്ടർമാർ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു. ആ റിപ്പോർട്ടുകളിലും പോലീസുകാരുടെ മനസ്സിലും അപ്പോഴും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. ഈ കൊല്ലപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്നിലധികം പേരെ ഇങ്ങനെ കൊന്നു കഷ്ണങ്ങളായി നുറുക്കി അരുവിക്കരയിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയ കൊലയാളി അതാരാണ്? ഇവിടെ ഈ ഡബിൾസ് ബീഫ് ടബിൽ നിന്ന് 1 മൈൽ ദൂരെ മാറി ഗാർഡൻ ഹോം ലിൻ അരുവിയുടെ കരയിൽ നിന്ന് കണ്ടെടുത്ത ആ മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് ഉത്തരവാദിയായ മനുഷ്യൻ പക്ഷേ അപ്പോൾ ഉണ്ടായിരുന്നത് ആ പ്രദേശത്തെങ്ങുമായിരുന്നില്ല. അവിടെ നിന്ന് ഏതാണ്ട് 100 മൈൽ അകലെ ഇംഗ്ലണ്ടിൻ്റെ വടക്കൻ പ്രവിശ്യയിൽ കിടക്കുന്ന ലാൻകാസ്റ്ററിൽ അപ്പോൾ അയാളൊരു പെർഫെക്റ്റ് ക്രൈം ചെയ്തു എന്ന ചാരിതാർത്ഥ്യത്തോടെ സ്വൈര്യമായിട്ട് കഴിയുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ലാൻകാഷെയർ കൗണ്ടി ജൂറിസ്ഡിക്ഷനുള്ളിൽ വരുന്ന ഒരു നഗരമാണ് ലാൻകാസ്റ്റർ. ഈ ലാൻകാസ്റ്റർ പട്ടണത്തിൽ 1920കളുടെ അവസാനത്തോടെ ഇന്ത്യൻ വംശജനായ ഡോക്ടർ ബക്ക് റക്സ്റ്റൺ ഡാൾട്ടൺ സ്ക്വയറിലുള്ള തൻ്റെ വീട്ടിലെ ക്ലിനിക്കിൽ ഒരു സർജൻ എന്ന നിലയ്ക്കുള്ള ജനറൽ പ്രാക്ടീസ് ആരംഭിക്കുന്നു. സുന്ദരനും സുമുഖനും സർവോപരി വിവേകമതിയുമായിരുന്നു ഡോക്ടർ റക്സ്റ്റൺ. അത് ഇംഗ്ലണ്ടിലെ ആരോഗ്യപരിപാലനം NHS ഏറ്റെടുക്കുന്നതിനൊക്കെ മുമ്പുള്ള ഒരു കാലമായിരുന്നു. സ്വകാര്യ മേഖലയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ റക്സ്റ്റനെ പോലെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ഡോക്ടർമാർക്ക് സമൂഹത്തിൽ കാര്യമായ നിലയും വിലയും എല്ലാം അന്നുണ്ടായിരുന്നു. നമുക്ക് ഈ കുറ്റകൃത്യം അരങ്ങേറിയ 1935 നിന്ന് ഒരല്പം കൂടി പിന്നിലേക്ക് സഞ്ചരിക്കാം. വർഷം 1927. സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാന നഗരിയായ എഡിൻബ്രയിലെ തിരക്കേറിയ തെരുവുകളിലൊന്നായ പ്രിൻസസ് സ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറൻറ്റിലെ തീന്മേശയ്ക്ക് മുന്നിൽ 28 വയസ്സ് പ്രായമുള്ള ബക്ക് ഹക്കീം എന്നൊരു ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥി, പിൽക്കാലത്ത് ഡോക്ടർ ബക്ക് റക്സ്റ്റൺ എന്ന പേരിൽ ലാൻകാസ്റ്ററിൽ ചെന്ന് അടിയേണ്ട അതേ വ്യക്തി ചുറ്റിനും നടക്കുന്ന ബഹളങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. അന്ന് അയാൾ വിശ്വവിഖ്യാതമായ എഡിൻബ്ര റോയൽ കോളേജ് ഓഫ് സർജൻസിൽ FRCS റെസിഡൻ്റാണ്. ഡോക്ടർ ബക്ക് ഹക്കീം ആ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറിയത് അയാൾക്ക് വിശന്നിട്ടൊന്നുമല്ല. അയാൾ ആ തീന്മേശയിൽ കാത്തിരിക്കുന്നത് ഓർഡർ ചെയ്ത ഭക്ഷണം വിളമ്പി കിട്ടാൻ വേണ്ടിയുമല്ല. അവിടെ ഫ്ലോർ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഇസബെല്ല കെയർ എന്ന യുവതിയുമായി അഗാധ പ്രണയത്തിലാണ് അയാൾ. ഏതാണ്ട് 20-25 വയസ്സ് പ്രായമുള്ള ഇസബെല്ല ആത്മവിശ്വാസം തുളുമ്പുന്ന പ്രകൃതക്കാരിയായിരുന്നു. അങ്ങനെ തീക്ഷ്ണ സൗന്ദര്യത്തിന് ഉടമയൊന്നുമല്ല എങ്കിലും ആരെയും ആകർഷിക്കുന്ന ഒരു ശരീരഭാഷയാണ് അവൾക്ക്. സാമാന്യത്തിൽ കവിഞ്ഞ ഉയരം, ഒത്ത ശരീരം, നീല കണ്ണുകൾ, വെളുവെളുത്ത ദേഹം. കൗണ്ടറിലിരിക്കുന്ന അവളെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഹക്കീം അന്ന് മണിക്കൂറുകൾ ആ റെസ്റ്റോറൻറ്റിനുള്ളിൽ ചെലവിടുമായിരുന്നു. അവളെ പ്രതി അയാളിൽ അനുദിനം ഭ്രാന്തിനോടടുത്ത ഒരു അഭിനിവേശം തന്നെ വളർന്നു വന്നു. ദിവസവും അവിടെ നിന്ന് തന്നെയായി പിന്നീട് അയാളുടെ അത്താഴം. 1920കളിൽ ബ്രിട്ടൻ റേഷ്യലി വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. അവിടെ ഹക്കീമിനെ പോലെ ഇരുനിറക്കാരനായിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജൻ അയാളിനി എത്ര വലിയ വിദ്യാഭ്യാസ തൊഴിൽ യോഗ്യതകളുള്ള ആളാണ് എന്ന് പറഞ്ഞാലും ഒരു വെള്ളക്കാരി പെൺകുട്ടിയെ പ്രണയിച്ച് പിന്നാലെ കൂടുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. എന്നാൽ ലവ് ഇസ് ബ്ലൈൻഡ് എന്നാണല്ലോ പറയുക. ഇസബെല്ലയോടുള്ള പ്രണയം മൂർച്ഛിച്ച ഹക്കീമിന് പിന്നെ ഒരു ചികിത്സയും ഫലിക്കാത്ത അവസ്ഥയായി. അവളിൽ നിന്ന് പ്രണയം തിരിച്ചു കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും അയാൾക്ക് മടിയില്ലാതെയായി. നിരന്തരം പിന്നാലെ നടന്ന് പരിശ്രമിച്ച ഒടുവിൽ ഹക്കീം എന്ന മെഡിക്കൽ വിദ്യാർത്ഥി ഇസബെല്ലയെ തന്നെ പ്രണയത്തിൽ വീഴ്ത്തുക തന്നെ ചെയ്തു. അവരുടേത് പക്ഷേ വെറുമൊരു മിക്സഡ് റേസ് പ്രണയകഥ മാത്രമല്ലായിരുന്നു. അന്നത്തെ കൺസർവേറ്റീവ് സ്കോട്ടിഷ് സൊസൈറ്റിയെ ഞെട്ടിക്കാൻ പോകുന്ന മറ്റൊരു രഹസ്യം കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹക്കീമും ഇസബെല്ലയും ഇതിനകം തന്നെ വിവാഹിതരായിരുന്നു. ആ വിവാഹം അവർ തമ്മിൽ അല്ലായിരുന്നു എന്ന് മാത്രം. ഇങ്ങനെ സർജറിയിൽ PG ചെയ്യാൻ വേണ്ടി എഡിൻബ്രയിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ്
ബഖ് ഹക്കീമിന് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ബക്തിയാർ ഹക്കീം എന്നാണ് അയാളുടെ പൂർവാശ്രമത്തിലെ പേര്. ബോംബെയിലെ ഒരു സമ്പന്ന കുടുംബത്തിലെ പാർസി ഡോക്ടറായ അച്ഛന് ഒരു ഫ്രഞ്ചുകാരിയിൽ ജനിച്ച ഹക്കീം കാര്യമായിട്ടുള്ള അസ്തിത്വ പ്രതിസന്ധികളോടെയാണ് വളർന്നു വന്നത്. അസാധാരണമായിട്ടുള്ള ധിഷണ, ആത്മവിശ്വാസം, പഠന മികവ്, എന്നാൽ അതേസമയം പ്രകടമായിട്ടുള്ള സെൻസിറ്റിവിറ്റി, മൂഡ് സ്വിങ്സ് ഇതെല്ലാം ഹക്കീമിൽ ദൃശ്യമായിരുന്നു. 1922 ബോംബെയിലെ പ്രസിദ്ധമായ ഗ്രാൻഡ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കാൻ ചേരുന്ന അയാൾ 150 പേരുള്ള ക്ലാസ്സിൽ 3 വിഷയങ്ങളിൽ ഒന്നാമതായിരുന്നു. മെന്റൽ ഡിസീസസ്, ടോക്സിക്കോളജി, മെഡിക്കൽ ജൂറിസ്പ്രൂഡൻസ്. ഇതോടൊപ്പം ഫോറൻസിക് മെഡിസിനിലും അഗാധമായ പരിജ്ഞാനം ഇയാൾ നേടിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാവുന്ന ഒരു സംശയം, മെഡിക്കൽ ഫീൽഡിൽ ഇത്രയ്ക്ക് പ്രശംസനീയമായ നേട്ടങ്ങൾ കൈവരിച്ചൊരു വ്യക്തി പിന്നെ എന്തിനാണ് എഡിൻബ്രയിലെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തീന്മേശയ്ക്ക് മുന്നിൽ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുന്നത് എന്നാവും. അത് ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ഒളിച്ചോട്ടം. മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ഉടനെ ഹക്കീമിൻ്റെ വിവാഹം അവൻ്റെ കുടുംബം ബോംബെയിൽ തന്നെയുള്ള ധനാഢ്യമായ മറ്റൊരു പാഴ്സി കുടുംബത്തിലെ പെൺകുട്ടിയുമായി നടത്തിയിരുന്നു. അങ്ങനെ ഒരു വിവാഹബന്ധത്തിൽ തളയ്ക്കപ്പെട്ട് ആജീവനാന്തം ബോംബെ നഗരത്തിൽ പ്രാക്ടീസും ചെയ്ത് കഴിച്ചുകൂട്ടാൻ ഹക്കീമിന് താല്പര്യമില്ലായിരുന്നു. ഏതു വിധേനയും കടൽ കടന്ന് ബ്രിട്ടനിൽ ചെന്ന് സെറ്റിൽ ചെയ്യണമെന്നായിരുന്നു അയാളുടെ മോഹം. അതിന് തന്നെ തൻ്റെ മെഡിക്കൽ പ്രൊഫഷൻ സഹായിച്ചേക്കുമെന്ന് അയാൾക്ക് തോന്നി. MBBS പഠനം പൂർത്തിയാക്കിയ പാടെ അയാൾ ഇന്ത്യൻ മെഡിക്കൽ സർവീസിൽ എൻറോൾ ചെയ്തു. ഇന്ത്യൻ ആർമി അയാളെ ആദ്യം ഡിപ്ലോയ് ചെയ്യുന്നത് ഇറാഖിലേക്കാണ്. അവിടെ കുറച്ചു കാലം പ്രവർത്തിച്ച ശേഷം 1926 ലണ്ടനിലേക്ക് മടങ്ങിയെത്തുന്ന ഹക്കീം ആർമിയിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്യുന്നു. പിന്നീട് എഡിൻബ്രയിലേക്ക് എത്തുന്ന അയാൾ FRCS പഠിക്കാൻ വേണ്ടി റോയൽ കോളേജ് ഓഫ് സർജൻസിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്യുന്നു. ഇസബെല്ലയുടെ ജീവിതത്തിലും നാടകീയതകൾക്ക് പഞ്ഞമൊന്നും ഉണ്ടായിരുന്നില്ല. 1920 വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൾ ഒരാളെയും അറിയിക്കാതെ വാൻ എസ് എന്നു പേരായ ഒരു ഡച്ച് നാവികനെ വിവാഹം കഴിക്കുന്നു. ലീത്ത് തുറമുഖത്ത് കപ്പൽ കുറച്ചു ദിവസത്തേക്കായിട്ട് ഡോക്ക് ചെയ്ത സമയത്താണ് ഇസബെല്ല ഇയാളെ പരിചയപ്പെടുന്നതും വിവാഹത്തിലേക്ക് ആ അടുപ്പം നീളുന്നതും. എന്നാൽ ആ വൈവാഹിക ബന്ധം വളരെ അല്പായുസായിരുന്നു. വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ തമ്മിൽ തെറ്റുന്നു. കപ്പൽ തുറമുഖം വിട്ടപ്പോൾ ഇസബെല്ലയെ ഉപേക്ഷിച്ച് വാനസ് അയാളുടെ വഴിക്ക് പോവുകയും ചെയ്യുന്നു. അന്നത്തെ കൺസർവേറ്റീവ് ബ്രിട്ടീഷ് സമൂഹത്തിൽ വിവാഹമോചനം എന്നത് വിവാഹത്തിൻ്റെ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അതുകൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടും വിവാഹിത എന്ന ലേബലിൽ തന്നെ തുടരേണ്ടി വരുന്നുണ്ട് ഇസബെല്ലയ്ക്ക്. അങ്ങനെ ഇരിക്കെയാണ് 1927 സുമുഖനായ ആ ഇന്ത്യൻ വംശജനുമായി അവൾ പ്രണയത്തിലാവുന്നത്. ഈ പ്രണയം കൂടുതൽ ഗാഢമായതോടെ തന്റെ ഭൂതകാലത്തിലെ വിവാഹ പശ്ചാത്തലത്തെക്കുറിച്ച് ഇസബെല്ല ഹക്കീമിനോട് തുറന്നു പറയുന്നു. ഇസബെല്ല ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ ഹക്കീം തയ്യാറാവുന്നു. FRCS പഠനം കഴിഞ്ഞ് എഡിൻബ്രയിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടിയ മുറയ്ക്ക് ബക്തിയാർ ഹക്കീം എന്നതിൻ്റെ പേര് ആദ്യം ബഖ് ഹക്കീം എന്നും പിന്നാലെ ഗസറ്റിൽ പരസ്യം നൽകിയത് ഡോക്ടർ ബഖ് റക്സ്റ്റൺ എന്നുമാക്കി ഇയാൾ മാറ്റിയിരുന്നു. ഈ കാലഘട്ടത്തിൽ പ്രണയത്തിലായ ഇസബെല്ലയുമായി ഭാവി ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അയാൾ അവളുമായി ഒരു വിവാഹ ഉടമ്പടിയിലെത്തുന്നു. 1928 അവർ ഇരുവരും ലണ്ടനിലേക്ക് താമസം മാറ്റുന്നു. ഡോക്ടർ ബഖ് റക്സ്റ്റൺ അവിടെ ചില ഡോക്ടർമാരുടെ അസിസ്റ്റന്റായി ജോലി നോക്കുന്നതിനിടയ്ക്ക് ഇസബെല്ല അവരുടെ ആദ്യത്തെ കുഞ്ഞിന്, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. 1930 ഇവർ ലണ്ടനിൽ നിന്ന് ലാൻകാസ്റ്ററിലേക്ക് കുടിയേറി പാർക്കുന്നു. അവിടെ ഡാൾട്ടൺ സ്ക്വയറിൽ ഡോക്ടർ ബഖ് റക്സ്റ്റൺ തന്റെ GP പ്രാക്ടീസ് ആരംഭിക്കുന്നു. അന്തസ്സാർന്ന പെരുമാറ്റം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ റക്സ്റ്റൺ ലാൻകാസ്റ്റർ സൊസൈറ്റിയിൽ ഒരു സവിശേഷ സ്റ്റാറ്റസ് തന്നെ ആർജിച്ചെടുക്കുന്നു. തന്റെ കൺസൾട്ടേഷൻ ഫീസ് വഹിക്കാൻ വേണ്ടത്ര സാമ്പത്തിക ശേഷി ഇല്ല എന്നറിയുന്ന പല കേസുകളിലും അയാൾ രോഗികളിൽ നിന്ന് ഫീസ് വാങ്ങാൻ പോലും മടിച്ചിരുന്നു. ലാൻകാസ്റ്ററിൽ ചെന്ന് പാർപ്പ് തുടങ്ങിയ അടുത്ത വർഷം ദമ്പതികൾക്ക് അവരുടെ അടുത്ത പെൺകുഞ്ഞു കൂടി ജനിക്കുന്നു. 2 വർഷം കഴിഞ്ഞ് 1933 അവർക്ക് മൂന്നാമതൊരു കുട്ടി, അവരുടെ ആദ്യത്തെ ആൺകുഞ്ഞ് ജനിക്കുന്നു. ഡോക്ടർ റക്സ്റ്റണ് ഇസബെല്ലയോട് തോന്നിയ പ്രണയം വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ കടുത്ത പൊസസീവ്നെസ്സിലേക്ക് വഴിമാറിയിരുന്നു. അയാൾ തന്റെ ഭാര്യയെ കണ്ടിരുന്നത് ഒരു ജീവിത പങ്കാളി എന്നതിനേക്കാൾ ഉപരി തനിക്ക് പരിപൂർണ്ണ ഉടമസ്ഥാവകാശമുള്ള ഒരു മുതൽ എന്ന മട്ടിലാണ്. ഇസബെല്ലയ്ക്ക് തന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു പുരുഷനുമായി ഇടപെടേണ്ടി വന്നുവോ അപ്പോഴെല്ലാം അയാൾ അവരെ സംശയിച്ചു. തന്റെ ഭാര്യ അയൽക്കാരോട് സംസാരിക്കുന്നത് പോലും അവിഹിത ബന്ധം സ്ഥാപിക്കാനാണ് എന്ന് ഡോക്ടർ റക്സ്റ്റൺ സംശയിച്ചു. അയാളുടെ സാങ്കല്പിക സംശയങ്ങളുടെ പേരിൽ അവർക്കിടയിൽ വഴക്കുകളും പതിവായി. വഴക്കുണ്ടാക്കുന്ന അവസരങ്ങളിൽ ഡോക്ടർ തന്റെ വീടിനെ എടുത്ത് തല കീഴ്മേൽ മറിക്കും. പിന്നെ അടിയായി, തെറിവിളിയായി, ബഹളമായി. കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ നടക്കുന്ന ഈ വഴക്കുകൾ കണ്ട് ഭയന്ന് വിറച്ചിരിക്കുന്നതും പതിവായി. വഴക്ക് കഴിഞ്ഞ് ഇസബെല്ല തന്റെ ഭർത്താവിനോട് പിണങ്ങി മിണ്ടാതിരുന്നാൽ അതും അയാൾക്ക് സഹിക്കില്ല. പിന്നെ അവളുടെ സ്നേഹം പഴയതുപോലെ തിരികെ പിടിക്കാൻ വേണ്ടിയുള്ള സ്നേഹപ്രകടനങ്ങളായി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കലായി. ഇസബെല്ലയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഹണിമൂൺ പീരീഡൊക്കെ എപ്പോഴേ അവസാനിച്ചിരുന്നു. ഒരു കാലത്ത് പ്രിൻസ് സ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റിൽ മുഴുവൻ സ്റ്റാഫിനെയും തന്റെ ഉള്ളംകൈയിൽ വെച്ച് നിയന്ത്രിച്ചിരുന്ന കൃതഹസ്ഥയായ ഫ്ലോർ മാനേജർ ഇന്ന് ആത്മവിശ്വാസം തരിമ്പുമില്ലാതെ മുഖമാകെ വിളറി വെളുത്ത കണ്ണുകൾ കുഴിയിൽ ആണ്ടുപോയ ഒരു ദയനീയ രൂപമായി മാറിക്കഴിഞ്ഞു. ഈ ഒരു സമയത്താണ് കുട്ടികളെ നോക്കാൻ വേണ്ടി ഇസബെല്ല മേരി ജെയിൻ റോജേഴ്സൺ എന്നൊരു നാനിയെ ഏർപ്പാട് ചെയ്യുന്നത്. ഇസബെല്ലയ്ക്ക് മേരി ദുരിതപൂർണമായ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് മുടക്കം വരാതെ നോക്കാനുള്ള ഒരു സഹായി മാത്രമായിരുന്നപ്പോൾ
ഡോക്ടർ എക്സ്റ്റൺ എന്ന പാരനോയിഡിന് ആ സ്ത്രീ അങ്ങനെ കാണാൻ പ്രയാസമായിരുന്നു. സംശയരോഗം മൂത്തിരിക്കുന്ന നിമിഷങ്ങളിൽ അയാൾക്ക് മേരി ഇസബെല്ലയുടെ അഗമ്യഗമനങ്ങളുടെ ഫെസിലിറ്റേറ്റർ ആണ് എന്ന് തോന്നും. ഈ രണ്ട് സ്ത്രീകളും ചേർന്ന് ഗൂഢാലോചന നടത്തി തന്റെ മൂക്കിന് കീഴിൽ അവിഹിത ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നും അയാൾക്ക് തോന്നും. ദിവസം ചെല്ലും തോറും അയാളുടെ സംശയങ്ങൾ ഇരട്ടിച്ചു വന്നു. സൂക്ഷ്മതക്കായ ഒരു ജയിലറെ പോലെ അയാൾ ഈ രണ്ട് സ്ത്രീകളുടെ നീക്കങ്ങൾ നിരന്തരം നിരീക്ഷിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് എവിടെയെങ്കിലും പോയാൽ തിരികെ വരുമ്പോൾ ഡോക്ടർക്ക് അവരെവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായി അറിഞ്ഞേ മതിയാവൂ. അടുക്കളയിൽ അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയങ്ങളിൽ അയാൾ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കും. ആ വീടിനുള്ളിൽ ഈ രണ്ട് സ്ത്രീകളും പൊഴിക്കുന്ന നിശ്വാസങ്ങൾക്ക് പോലും ഒരു സർജന്റെ സൂക്ഷ്മതയോടെ അയാൾ കാതോർത്തു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അയാൾ മേരിയെ പിടിച്ചു നിർത്തി തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യും. മേരി അതിവിദഗ്ധമായി കള്ളം പറയുകയാണ് എന്നും എന്നെങ്കിലും ഒരു ദിവസം താൻ ഭാര്യയുടെ അവിഹിത ബന്ധം കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നും ആ മനുഷ്യൻ ആത്മാർത്ഥമായി തന്നെ വിശ്വസിച്ചു. ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ സംശയങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തുടർക്കഥയായി മാറിയതോടെ ഇസബെല്ലയും ഇടയ്ക്കിടെ വീട് വിട്ടു പോയി തുടങ്ങി. കുട്ടികളുടെ കാര്യം നോക്കാൻ മേരി ഉണ്ടായിരുന്നത് കൊണ്ട് ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ 1-2 ദിവസമൊക്കെ ചെന്ന് നിന്ന് അവർ മനസ്സ് തണുപ്പിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും കുട്ടികളോടുള്ള അടുപ്പം കാരണം ഒടുവിൽ വീണ്ടും ഇതേ സംശയങ്ങളുടെ നടുവിലേക്ക് അവർക്ക് തിരികെ വരാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരു ദിവസം രാത്രി ഏറെ വൈകിയും തുടർന്നുപോയ പതിവ് വഴക്കുകൾക്കിടയിൽ ഡോക്ടർ ബക്ക് എക്സ്റ്റൺ നിമിഷ നേരത്തേക്ക് അയാളെ ആവേശിച്ച ക്രോധത്തിന്റെ പുറത്ത് ഇസബെല്ലയുടെ തലയ്ക്കടിച്ച് ശ്വാസം മുട്ടിച്ച് ഒടുവിൽ ഒരു കത്തി കൊണ്ട് അവളെ കുത്തി കൊന്നു കളയുന്നു. ഈ ബഹളങ്ങൾ കേട്ട് ഉറക്കമുണർന്നെത്തുന്ന ആയ മേരി ഈ ദൃശ്യത്തിന് സാക്ഷിയായതോടെ അവളെയും നിശബ്ദയാക്കാതെ തരമില്ല എന്നായി അയാൾക്ക്. ആദ്യം തലക്കടിച്ചു വീഴ്ത്തുന്ന മേരിയെയും പിന്നീട് അയാൾ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുന്നു. മേരിയെയും വധിച്ചതിലൂടെ ഡോക്ടർ എക്സ്റ്റൺ തന്റെ ആദ്യ കുറ്റകൃത്യത്തിന്റെ ഏക ദൃക്സാക്ഷിയെ ഇല്ലാതാക്കിയെങ്കിലും അത് അയാൾക്ക് മുന്നിൽ പുതിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇനി ഒന്നിനു പകരം 2 മൃതദേഹങ്ങൾ ഡിസ്പോസ് ചെയ്യണം. അവിടെ ഡോക്ടർ എക്സ്റ്റണ് അയാളുടെ സർജറി പരിചയം ഗുണം ചെയ്തു. തികഞ്ഞ ശ്രദ്ധയോടെ അയാളെ 2 മൃതദേഹങ്ങളെയും കഷ്ണങ്ങളാക്കി നുറുക്കി. ഡോക്ടർ എക്സ്റ്റൺ ആദ്യം തന്റെ ഭാര്യ ഇസബെല്ലയെയും പിന്നാലെ കുട്ടികളുടെ ആയ മേരിയെയും വധിച്ചത് നിമിഷ നേരത്തെ ക്രോധത്തിന്റെ പുറത്താണ് എങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി അവരുടെ മൃതദേഹങ്ങൾ ബാറ്റബിൽ കൊണ്ടുവന്നിട്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയത് അയാൾ തികഞ്ഞ പ്ലാനിങ്ങോടെ ക്രിമിനൽ ബുദ്ധിയോടെ തന്നെയാണ്. ഈ കൊലപാതകങ്ങൾ കഴിഞ്ഞ ശേഷം ചോര പുരണ്ട തന്റെ നീല നിറത്തിലുള്ള കോട്ട് അയാൾ താൻ പണം വാങ്ങാതെ ചികിത്സിച്ചിരുന്ന മിസ്സിസ് ഹാംഷെയർ എന്നൊരു പാവപ്പെട്ട സ്ത്രീക്ക് അവരുടെ ഭർത്താവിന് ധരിക്കാൻ എന്ന പേരിൽ കൊടുത്ത് ഒഴിവാക്കുന്നു. തലേന്ന് രാത്രി നടന്ന അക്രമങ്ങൾ ഡോക്ടർ എക്സ്റ്റന്റെ വീട്ടിൽ പലയിടത്തായി അതിന്റെ തെളിവുകൾ അവശേഷിപ്പിച്ചിരുന്നു. ഒരു വട്ടം അയാളത് തുടച്ചു വൃത്തിയാക്കാൻ ശ്രമിച്ചുവെങ്കിലും ബാറ്റബിലെ മഞ്ഞക്കറകളും നിലത്തെ കാർപ്പറ്റിൽ ചോരയുടെ നനവും ഗന്ധവും എല്ലാം അതുപോലെ അവശേഷിച്ചു. പിന്നീട് ഇതേ മിസ്സിസ് ഹാംഷെയറിനെ കൊണ്ട് തന്നെ ഡോക്ടർ അടുത്ത ദിവസം പകൽ ഇതൊക്കെയും കഴുകി വൃത്തിയാക്കിക്കുന്നു. ഡോക്ടർ വീടിന്റെ ഇന്റീരിയറുമായിട്ട് കാര്യമായ പരിചയമൊന്നും ഇല്ലാതിരുന്ന ആ സ്ത്രീക്കാണെങ്കിൽ ഈ കറകളും ഈർപ്പം പിടിച്ച കാർപ്പറ്റും ഒക്കെ കണ്ടിട്ടും കാര്യമായ സംശയങ്ങളൊന്നും തന്നെ തോന്നിയതുമില്ല. വീട് റീഫർബിഷ് ചെയ്യാൻ കരാർ കൊടുത്തിരിക്കുകയാണ്, ഇതിന്റെ പണി ഉടനെ തുടങ്ങുമെന്നും അതിനുമുമ്പ് ഒരു ചെറിയ ക്ലീനിങ് മാത്രമാണ് ഇത് എന്നുമാണ് അവരോട് അയാൾ കാരണമായിട്ട് പറയുന്നത്. ആ സ്ത്രീ ഡോക്ടറോട് ഭാര്യ ഇസബെല്ലയെ കുറിച്ച് തിരക്കിയപ്പോൾ ഭാര്യ അവരുടെ സഹോദരിയുടെ വീട്ടിലേക്കും കുട്ടികളുടെ ആയ അവധിക്ക് സ്വന്തം നാട്ടിലേക്കും പോയിരിക്കുകയാണ് എന്നും അയാൾ അവരോട് പറഞ്ഞു. അപ്പോഴേക്കും ഈ കൊലപാതകങ്ങൾ നടന്നിട്ട് നേരത്തോട് നേരം കഴിഞ്ഞിരുന്നു. 10-70 കഷ്ണങ്ങളാക്കി നുറുക്കി ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് തുണിയിൽ കെട്ടി വെച്ചിരിക്കുന്ന ആ ശരീരാവശിഷ്ടങ്ങൾ ഇനിയും ആ വീട്ടിൽ സൂക്ഷിക്കുന്നത് അപകടമാണ്. മാംസം ജീർണിച്ചു തുടങ്ങിയാൽ ഉണ്ടാവുന്ന ഗന്ധം തടുത്തു നിർത്താൻ ഒരു സുഗന്ധ ലേപനത്തിനും സാധിച്ചു കൊള്ളണമെന്നില്ല. എത്രയും പെട്ടെന്ന് അത് ആളൊഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് തള്ളിയേ പറ്റൂ. ഒടുവിൽ സെപ്റ്റംബർ 19-ാം തീയതി, അതായത് കൊല നടത്തി 4-ാം ദിവസം ഡോക്ടർ എക്സ്റ്റൺ ശരീരാവശിഷ്ടങ്ങൾ അടങ്ങിയ തുണിക്കെട്ടുകൾ ഒന്നൊന്നായി തന്റെ കാറിന്റെ ഡിക്കിയിൽ കയറ്റി. തുടർന്ന് 100 മൈലോളം വടക്കോട്ട് കാറിൽ സഞ്ചരിച്ച് ബോർഡർ ക്രോസ് ചെയ്ത് സ്കോട്ട്ലൻഡിലേക്ക് കടന്ന് അയാൾ മുന്നോട്ട് പോയി. ഈ തുണിക്കെട്ടുകൾ ആരും കാണാതെ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ ഒരിടം തേടി സഞ്ചരിച്ച ഡോക്ടർ ഒടുവിൽ ഒരു പാലത്തിന് മുകളിൽ എത്തിയപ്പോൾ നിന്നു. ഗാർഡൻ ഹോം ലിൻ എന്നു പേരുള്ള അരുവിക്ക് കുറുകെയുള്ള ആ പാലത്തിന് മുകളിൽ വണ്ടി നിർത്തി ഡിക്കി തുറന്ന് അയാൾ ആ ശരീരാവശിഷ്ടങ്ങൾ അടങ്ങിയ കെട്ടുകൾ ഒന്നൊന്നായി താഴേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വീട്ടിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. ഭാര്യ ഇസബെല്ലയെയും കുഞ്ഞുങ്ങളുടെ ആയ മേരിയെയും കൊലപ്പെടുത്തിയതിന്റെ അടുത്ത ദിവസങ്ങളിലും അവരുടെ കൊലയ്ക്ക് ഉത്തരവാദിയായ ഡോക്ടർ ബക്ക് എക്സ്റ്റൺ ആളുകളോട് ഇടപെട്ടത് തികഞ്ഞ സ്വാഭാവികതയോടെ മാത്രമാണ്. അയാൾ കുട്ടികളെ പതിവ് പോലെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി. ക്ലിനിക്കിലെത്തിയ പാവപ്പെട്ടവരെ പതിവ് പോലെ പണം പറ്റാതെ ചികിത്സിക്കുകയും ചെയ്തു. വീട്ടിൽ വരുന്നവരോടും പോകുന്നവരോടുമൊക്കെ റീഫർബിഷ് ചെയ്യാൻ കരാറുകാർ വരുന്ന കഥയും അയാൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇസബെല്ലയുടെയും മേരിയുടെയും അസാന്നിധ്യത്തെക്കുറിച്ച് അയാൾ സുഹൃത്തുക്കളോടും രോഗികളോടും അയൽക്കാരോടുമൊക്കെ പറഞ്ഞത് പക്ഷേ പല പല കഥകളായിരുന്നു. ചിലരോട് അയാൾ ഇസബെല്ല അവളുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ചിലരോടത് ലണ്ടനിലേക്ക് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലേക്ക് എന്നൊക്കെയായി. അന്നത്തെ കാലത്ത് കൊലപാതകം എന്നത് ഒരു അപൂർവവും അസാധാരണവുമായിട്ടുള്ള കുറ്റകൃത്യമാണ്. സ്വന്തം ലൊക്കാലിറ്റിയിൽ ഒരു കൊലപാതകം നടക്കുക എന്നത് തന്നെ ആളുകൾക്ക് ആലോചിക്കാനാവാത്തൊരു കാര്യമാണ്. അപ്പോഴാണ് സാധുക്കളെ സൗജന്യമായി ചികിത്സിക്കുന്ന, സദാ ചിരിക്കുന്ന മുഖത്തോടെ മാത്രം രോഗികളോട് ഇടപെടുന്ന ഒരു ഡോക്ടർ തൻ്റെ ഭാര്യയും കുട്ടികളുടെ ആയയും ഒക്കെ കൊന്നുകളഞ്ഞു എന്ന് ചിന്തിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ലങ്കാസ്റ്റർ നിവാസികൾ സ്വാഭാവികമായും തൊണ്ട തൊടാതെ വിഴുങ്ങി.
എന്ന് മാത്രമല്ല ഡോക്ടറുടെ ഭാര്യയാണെങ്കിൽ ഇടയ്ക്കിടെ ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങി വല്ലയിടത്തും പോയി നിന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞൊക്കെ മടങ്ങി വരുന്ന കൂട്ടത്തിലുമാണ്. അവർ അങ്ങനെ കുറച്ചധികം ദിവസത്തേക്ക് പോയെന്നേ അവർ കരുതുന്നുള്ളൂ. ദിവസങ്ങൾക്ക് ശേഷം മേരിയുടെ മാതാപിതാക്കൾ അന്വേഷിച്ചു വന്നപ്പോൾ അവർ പോലീസിൽ പരാതിപ്പെടാതിരിക്കാൻ വേണ്ടി ഡോക്ടർ അവരോടും കള്ളക്കഥകൾ പലതും പറഞ്ഞു. മേരി ഗർഭിണിയാണ്, അലക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിരിക്കുകയാണ്, പോയ പോക്കിന് വീട്ടിൽ നിന്ന് നല്ലൊരു തുക മോഷ്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ കഥകളൊന്നും പോരാഞ്ഞ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന മട്ടിൽ, എന്നാൽ വേണ്ടത്ര വീണ്ടുവിചാരം കൂടാതെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുടെ ആയെയും കാണുവാനില്ല എന്നൊരു പരാതി കൂടി എഴുതി കൊടുക്കുന്നു. ഭാര്യ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞ ഒരു ഇരയുടെ പരിവേഷത്തിൽ അയാൾ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു എന്നർത്ഥം. ഇങ്ങനെ പലവിധം ഇറാറ്റിക്കായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കുത്തിയൊഴുകുന്ന ആ അരുവിയിൽ കൊണ്ട് തള്ളി വീടിൻ്റെ ഉൾവശം പരമാവധി വൃത്തിയാക്കിയ ശേഷം താൻ ഏറെക്കുറെ സേഫാണ് എന്ന് തന്നെ ഡോക്ടർ ബക്രക്ഷൻ കരുതി. എന്നാൽ അയാൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടു തള്ളിയ അന്ന് ആ പ്രദേശത്തുണ്ടായ പേമാരിയിൽ അരുവിയിലെ വെള്ളം വല്ലാതെ അങ്ങ് പൊങ്ങിയിരുന്നു. പൊങ്ങി അതേ വേഗത്തിൽ വെള്ളം താണപ്പോൾ ഇയാൾ വലിച്ചെറിഞ്ഞ കെട്ടുകളിൽ ചിലത് അരുവിയുടെ കരയിലെ ചെങ്കുത്തായ പാറക്കെട്ടുകളിൽ തങ്ങി നിന്നുപോയി. താൻ സുരക്ഷിതമായിട്ട് ഡിസ്പോസ് ചെയ്ത ശരീരാവശിഷ്ടങ്ങൾ അടങ്ങിയ കെട്ടുകൾ അരുവിയുടെ കുത്തൊഴുക്കിൽ അപ്രത്യക്ഷമാകുന്നതിന് പകരം ഏത് നിമിഷം വേണമെങ്കിലും കണ്ടെടുക്കാൻ പാകത്തിന് വലിച്ചെറിഞ്ഞ അതേ സ്ട്രീമിൽ പലയിടത്തായി ചിതറിക്കടന്നുവെന്ന് അയാൾ അറിഞ്ഞതേയില്ല. ഡോക്ടർ റക്സ്റ്റൺ ഇങ്ങനെ ബോഡി പാർട്സ് ഡിസ്പോസ് ചെയ്ത് കൃത്യം 10 ദിവസത്തിനിപ്പുറം സെപ്റ്റംബർ 29 രാവിലെ ഉല്ലാസ സവാരിക്ക് ഇറങ്ങിയപ്പോഴാണ് സൂസൻ എന്ന യുവതി ഇതേ ഗാർഡൻ ഹോംലിൻ അരുവിക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിൽ നിന്ന് യാദൃച്ഛികമായിട്ട് താഴേക്ക് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൂട്ടത്തിൽ ഒരു കെട്ട്, അതും ഒരു കൈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ അവരുടെ കണ്ണിൽ പെടുന്നതും ഈ കൊലപാതകം ഒരു പോലീസ് അന്വേഷണത്തിന്റെ വിഷയമാകുന്നതും. എന്നിട്ടും ആ സമയത്ത് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ കൊല്ലപ്പെട്ടതൊരു സ്ത്രീയും ഒരു പുരുഷനുമാണ് എന്ന തരത്തിൽ ലോക്കൽ ഡോക്ടർമാരുടെ പരാമർശങ്ങൾ കണ്ടപ്പോൾ ഡോക്ടർ ബക്രക്സ്റ്റൺ ആശ്വസിക്കുന്നു. താൻ വളരെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആ പെർഫെക്റ്റ് മർഡറുകളിൽ ഡോക്ടർക്ക് അഭിമാനം പോലും തോന്നുന്നു. എന്നാൽ ആ അഭിമാനത്തിന് അധിക നാൾ ആയുസ്സുണ്ടായില്ല. ഈ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുത്തതിൻ്റെ അടുത്ത ദിവസം ഗ്ലാസ്കോ സർവകലാശാലയിലെ ഫോറൻസിക് മെഡിസിൻ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ജോൺ ഗ്ലൈസ്റ്റർ ഒരാഴ്ചത്തെ ജോലി തിരക്കിൻ്റെ ക്ഷീണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. പത്രത്തിൽ വന്ന വാർത്ത കണ്ട് പ്രൊഫസറുടെ ഭാര്യ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എങ്കിലും വലിയ താല്പര്യമൊന്നും കാണിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറി. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അടുത്ത ദിവസം ഒക്ടോബർ 1 തീയതി ചൊവ്വാഴ്ച തൻ്റെ പതിവ് തിരക്കുകളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് പ്രൊഫസർ ഗ്ലൈസ്റ്റർക്ക് തൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഓഫീസിൽ ഒരു ടെലിഫോൺ സന്ദേശം കിട്ടുന്നു. വിളിച്ചത് ഡംഫ്രീസ് പോലീസ് ചീഫിൻ്റെ ഓഫീസിൽ നിന്നാണ്. അസൗകര്യമില്ലെങ്കിൽ ഒന്ന് മൊഫാറ്റ് വരെ വരണം, വണ്ടി അയച്ചിട്ടുണ്ട്. ഇത്തവണ പ്രൊഫസർക്ക് താല്പര്യം കാണിക്കാതെ വഴിയില്ലായിരുന്നു. അവിടെ നിന്ന് 3 മണിക്കൂർ കാറിൽ സഞ്ചരിച്ച് പ്രൊഫസർ ഗ്ലൈസ്റ്റർ മൊഫാറ്റിലെത്തി. മോർച്ചറിയിൽ അദ്ദേഹത്തെ കാത്ത് പല ദിവസങ്ങളായിട്ട് കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രൊഫസർ ഗ്ലൈസ്റ്റർ ആദ്യം ചെയ്യുന്നത് അവയൊരു പ്രോപ്പർ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റുകയാണ്. അവിടെ വെച്ച് ഈ ശരീരാവശിഷ്ടങ്ങൾ ഓരോന്നായി പരിശോധിച്ച് അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ചെറുതും വലുതുമായി ആകെ മൊത്തം 70 വ്യത്യസ്ത ബോഡി പാർട്ടുകളാണ് മൊഫാറ്റിൽ നിന്ന് കണ്ടെടുത്തത്. അവ പരിശോധിച്ചതിൽ നിന്ന് പ്രൊഫസർ ഗ്ലൈസ്റ്റർ എത്തിച്ചേർന്ന ആദ്യത്തെ അനുമാനം അത് കൊലപാതകം ചെയ്ത ശേഷമുള്ള പരിഭ്രമത്തിൽ ഏതെങ്കിലും ഒരു അമേച്ചർ കില്ലർ നടത്തിയ പണിയല്ല, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനാട്ടമി പരിജ്ഞാനമുള്ള സർജിക്കൽ സ്കില്ലുള്ള ഏതോ ഡോക്ടർ ചെയ്തതാണ് എന്നതാണ്. വെറുതെ ഒരു കോടാലിയോ ഇറച്ചി മുറിക്കുന്ന കത്തിയോ എടുത്ത് കണ്ടം തുണ്ടം വെട്ടിയിരിക്കുകയല്ല, വളരെ കൃത്യമായി സന്ധികൾ ഛേദിച്ച് കാർട്ടിലേജുകൾ മുറിച്ചു നീക്കിയാണ് കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ എല്ലുകളും മാംസങ്ങളും എല്ലാം എവിടെയൊക്കെ എങ്ങനെയാണ് തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഏതോ ഒരാൾ സർജിക്കൽ പ്രിസിഷനോടെയാണ് ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് എന്ന് പ്രൊഫസർ ഗ്ലൈസ്റ്റർ പറഞ്ഞു. എന്ന് മാത്രമല്ല ഈ മൃതദേഹങ്ങളിൽ നിന്ന് കണ്ണുകൾ, ചെവികൾ, മൂക്കുകൾ, ചുണ്ടുകൾ എന്നിങ്ങനെ കൊല്ലപ്പെട്ട വ്യക്തികളെ തിരിച്ചറിയാനുള്ള സൂചനകളെല്ലാം തന്നെ വളരെ കൃത്യതയോടെ നീക്കം ചെയ്തിട്ടുണ്ട്. ഒപ്പം വിരലടയാളം എടുക്കാതിരിക്കാൻ വേണ്ടി വിരലറ്റങ്ങളും മുറിച്ച് നീക്കിയിട്ടുണ്ട് ഈ കൊലയാളി. ഈ വ്യക്തികളെ അവരുടെ ഡെന്റൽ ഇംപ്ലാന്റുകൾ അല്ലെങ്കിൽ പല്ലിന്റെ ഘടന വെച്ച് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി പല്ലുകളെല്ലാം തന്നെ പറിച്ചു നീക്കിയിട്ടുണ്ട്. അതുപോലെ ഇരകളുടെ ശരീരത്തിൽ അവിടെവിടെയായി സാമാന്യ വലുപ്പത്തിൽ തൊലിയും ചെത്തി മാറ്റിയിട്ടുണ്ട് എന്ന് പ്രൊഫസർ ഗ്ലൈസ്റ്റർ ശ്രദ്ധിച്ചു. അത് മിക്കവാറും ആ വ്യക്തികളുടെ ശരീരങ്ങളിൽ ആ ഭാഗത്തുണ്ടായിരുന്നിരിക്കാവുന്ന മറുകുകളോ വടുക്കളോ അല്ലെങ്കിൽ മറ്റു ബർത്ത് മാർക്കുകളോ ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയാകുമെന്നും അദ്ദേഹം ഊഹിച്ചു. പ്രേതപരിശോധനയിൽ പ്രൊഫസർ ഗ്ലൈസ്റ്റർ നടത്തിയ നിരീക്ഷണങ്ങൾ പോലീസ് അന്നുവരെ ആ കേസിനെ സമീപിച്ച രീതിയെ തന്നെ മാറ്റിമറിച്ചു. തങ്ങൾ അന്വേഷിക്കുന്ന കൊലയാളി ഒരു റാൻഡം കില്ലർ അല്ല, മറിച്ചൊരു ട്രെയിൻഡ് ഡോക്ടർ അല്ലെങ്കിൽ സർജൻ ആണ് എന്ന അനുമാനത്തിലേക്ക് അവരെത്തിച്ചേർന്നു. എന്ന് മാത്രമല്ല ഇത്ര മെനക്കെട്ട് ആ വ്യക്തികളുടെ ദേഹത്തു നിന്ന് അവരുടെ അടയാളങ്ങൾ നീക്കം ചെയ്യാൻ ഈ കൊലയാളി കാണിച്ച അവധാനതയിൽ നിന്ന് അവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. കൊന്നത് ആര് തന്നെ ആയിരുന്നാലും ആ വ്യക്തിക്ക് വളരെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ അയാളുമായി വളരെ എളുപ്പത്തിൽ കണക്ട് ചെയ്തെത്താവുന്ന ആരൊക്കെയോ ആണ് കൊല്ലപ്പെട്ടവർ. വിശദമായ പരിശോധനകൾക്കും പഠനങ്ങൾക്കും ശേഷം ഫോറൻസിക് ടീം ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറഞ്ഞു. കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും സെക്സ് പോലീസ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയും കൊലയാളി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്.
രണ്ട് ശരീരങ്ങളിൽ നിന്നും ബ്രസ്റ്റ് ഏരിയയിലെ മാംസം പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുന്നു. ജനനേന്ദ്രിയം വരുന്ന ഭാഗം പൂർണ്ണമായിട്ടും മ്യൂട്ടിലേറ്റഡ് ആണ്. ഇന്റേണൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് മൊത്തമായിട്ടും എടുത്ത് കളഞ്ഞിട്ടാണ് ഈ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. ശരീരത്തിന്റെ ടിഷ്യൂ സോഫ്റ്റ്നെസ് മാത്രം വെച്ച് ഒരിക്കലും ഒരു ഫോറൻസിക് സർജന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ജെൻഡർ ഉറപ്പിച്ചു പറയാൻ പറ്റണമെന്നില്ല. എന്നാൽ ഈ ഫോറൻസിക് ടീമിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അനാട്ടമിസ്റ്റ് പ്രൊഫസർ ജെയിംസ് ബ്രാഷ് ഉണ്ടായിരുന്നു. പ്രൊഫസർ ഗ്ലൈസ്റ്റർ ഈ മൃതദേഹാവശിഷ്ടങ്ങളിലെ മാംസം, രക്തം, മരണകാരണം എന്നിവയിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഡോക്ടർ ബ്രാഷ് അതിന് ചുവടെയുള്ള സ്കഫോൾഡിംഗ്, അതായത് എല്ലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അസ്ഥികൂടത്തിലെ പെൽവിസിന്റെ സബ്പ്യൂബിക് ആംഗിൾ, ഗ്രേറ്റർ ഷിയാറ്റിക് നോച്ച്, ബേസിൻ, തലയോട്ടിയിലെ സൂപ്രാ ഓർബിറ്റൽ റിഡ്ജുകൾ, ചെവിക്ക് പിന്നിലെ ബോൺ പ്രൊട്രൂഷൻസ്, അതുപോലെ സ്റ്റേണം അഥവാ ബ്രസ്റ്റ് ബോണിൻ്റെ അപ്പർ പാർട്ടും മെയിൻ ബോഡിയും തമ്മിലുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അനാട്ടമിക്കൽ റേഷ്യോ എന്നിവ പഠിച്ച ഡോക്ടർ ബ്രാഷിന് ഒക്ടോബർ 10 ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞു. കൊല്ലപ്പെട്ടിട്ടുള്ളത് നേരത്തെ ലോക്കൽ ഡോക്ടർമാർ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയും പുരുഷനുമല്ല, മറിച്ച് 2 സ്ത്രീകളാണ്. ഈ 2 സ്ത്രീകളുടെയും അസ്ഥികൂടങ്ങൾ വേർതിരിച്ച് അസംബിൾ ചെയ്യുന്ന അദ്ദേഹം അതിലെ ക്രാനിയൽ സ്യൂച്ചറുകളും കാർട്ടിലേജും ഒക്കെ അനലൈസ് ചെയ്ത് കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ സ്ത്രീക്ക് 18-നും 22-നും ഇടയിൽ വയസ്സും മുതിർന്ന സ്ത്രീക്ക് 30-നും 35-നും ഇടയിൽ വയസ്സും പ്രായം കാണുമെന്ന് ഏകദേശം പറഞ്ഞു വെച്ചു. ഇന്ന് മാത്രമല്ല, വളരെ പണിപ്പെട്ട് ലബോറട്ടറി ടേബിളിൽ കിട്ടിയ എല്ലുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിൽ നിന്ന് അദ്ദേഹം ഇരുവരുടെയും ലിവിംഗ് ഹൈറ്റുകളും ഏറെക്കുറെ കൃത്യമായി തന്നെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ബക്രക്ഷൻ തന്റെ സർജറി പരിജ്ഞാനം താൻ ചെയ്ത കുറ്റകൃത്യത്തെ മറച്ചുവെക്കാൻ വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തിയപ്പോൾ ഡോക്ടർ ബ്രാഷ് തന്റെ അനാട്ടമി വിജ്ഞാനം അതേ കുറ്റകൃത്യത്തെ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചു. ഫോറൻസിക് മെഡിസിനിലെ ദ ബോൺസ് ഡോണ്ട് ലൈ എന്ന സിദ്ധാന്തത്തിന്റെ ഒരു കൃത്യമായ ഡെമോൺസ്ട്രേഷനാണ് അന്ന് അവിടെ നടന്നത്. ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിന് വളരെ യാദൃച്ഛികമായി മറ്റൊരു തെളിവ് കൂടി കയ്യിൽ തടഞ്ഞിരുന്നു. ഡിസ്പോസ് ചെയ്ത മൃതദേഹാവശിഷ്ടങ്ങൾ പൊതിഞ്ഞ പത്രക്കടലാസുകളുടെ കൂട്ടത്തിൽ സൺഡേ ഗ്രാഫിക് പത്രത്തിന്റെ സെപ്റ്റംബർ 15-ന് പുറത്തിറങ്ങിയ ഒരു സ്പെഷ്യൽ എഡിഷൻ കൂടി ഉണ്ടായിരുന്നു. സംഗതി സൺഡേ ഗ്രാഫിക് പത്രം ഒരു ദേശീയ ദിനപത്രമൊക്കെ ആയിരുന്നുവെങ്കിലും ഈ അവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെത്തിയ സ്പെഷ്യൽ എഡിഷന്റെ കടലാസിൽ കൊടുത്തിരുന്ന മോർക്യാം കാർണിവൽ ക്യൂൻ മത്സരത്തിലെ വിജയികളുടെ ചിത്രം പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഈ മോർക്യാം എന്ന് പറയുന്നത് ലങ്കാസ്റ്ററിൽ നിന്ന് വെറും 4 മൈൽ മാത്രം ദൂരെ കിടക്കുന്ന ഒരു ചെറു പട്ടണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സൺഡേ ഗ്രാഫിക് പത്രത്തിന്റെ എഡിറ്ററെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആ പേജ് വെറും 3500 കോപ്പികൾ മാത്രം അച്ചടിച്ച സൺഡേ ഗ്രാഫിക് പത്രത്തിന്റെ ഒരു ലോക്കലൈസ്ഡ് സ്ലിപ്പ് എഡിഷൻ ആയിരുന്നുവെന്ന് മനസ്സിലായി. അതായത് ഈ പേജ് ലങ്കാസ്റ്റർ, മോർക്യാം പേരുകളിൽ മാത്രം വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. സ്കോട്ട്ലൻഡിലോ ലണ്ടനിലോ യുടെ മറ്റേതെങ്കിലും പ്രവിശ്യകളിലോ അന്നേ ദിവസം ഇറങ്ങിയ സൺഡേ ഗ്രാഫിക് പത്രത്തിൽ ഈ ഒരു പേജ് ഇല്ല എന്നർത്ഥം. താൻ കൊന്നുകളഞ്ഞ 2 യുവതികളുടെയും മൃതദേഹങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി സർജിക്കൽ പ്രിസിഷനോടെ കഷ്ണങ്ങളാക്കി നുറുക്കിയപ്പോഴും ആ ശരീരങ്ങളിലെ തിരിച്ചറിയാൻ സാധ്യതയുള്ള സകല ഭാഗങ്ങളും സൂക്ഷ്മമായി നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഒടുവിൽ ഈ അവശിഷ്ടങ്ങൾ പല പല കെട്ടുകളായി ലങ്കാസ്റ്ററിൽ നിന്ന് 100 മൈൽ അകലെ കൊണ്ട് കളയാൻ ശ്രമിച്ചപ്പോഴും തികഞ്ഞ അവധാനത തന്നെ പുലർത്തിയ ബക്രക്ഷൻ അറിയാതെ തന്നിലേക്ക് നീളുന്ന മറ്റൊരു തെളിവ് ഇതോടൊപ്പം നിക്ഷേപിച്ചു. ആ മൃതദേഹാവശിഷ്ടങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ കൂട്ടത്തിൽ ഒരു കെട്ട് അയാൾ പൊതിഞ്ഞെടുത്തത് സ്വന്തം റീഡിംഗ് റൂമിൽ നിന്നെടുത്ത ലങ്കാസ്റ്റർ ഏരിയയിൽ മാത്രം വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പത്രത്തിന്റെ ലോക്കലൈസ്ഡ് സ്ലിപ്പ് എഡിഷന്റെ ഒരു കടലാസിലായിപ്പോയി. അതോടെ UK എന്ന വലിയൊരു പ്രദേശം മുഴുവനും വ്യാപിക്കേണ്ടിയിരുന്ന കൊലയാളിക്കായിട്ടുള്ള തിരച്ചിൽ ഈ കേസ് അന്വേഷിച്ച ഡിറ്റക്റ്റീവുകൾക്ക് ലങ്കാസ്റ്റർ, മോർക്യാമ്പ് എന്ന വളരെ ചെറിയൊരു ഏരിയയിലേക്ക് ചുരുങ്ങിക്കിട്ടി. ഈ പത്രക്കടലാസ് മുന്നോട്ട് വെച്ച തുമ്പിൽ പിടിച്ച് കേസ് അന്വേഷിച്ച ഡിറ്റക്റ്റീവുകൾ ലങ്കാസ്റ്ററിലെത്തുന്നു. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവിടെ ഏതെങ്കിലും 2 യുവതികൾ മിസ്സിംഗ് ആയതായിട്ട് പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ഡോക്ടർ ബക്രക്ഷൻ തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുടെ ആയെയും കാണുവാനില്ല എന്നൊരു പരാതി തന്നിട്ടുണ്ട് എന്ന വിവരം അവർ ഈ അന്വേഷകർക്ക് കൈമാറുന്നു. അത് ഈ കേസിൻ്റെ അന്വേഷണത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിട്ട് മാറി. എന്നു മാത്രമല്ല, ഈ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഒരെണ്ണം പൊതിഞ്ഞിരുന്നത് മേരിയുടെ ബ്ലൗസ് വെച്ചും മറ്റൊന്ന് പൊതിഞ്ഞിരുന്നത് ഡോക്ടർ റക്ഷൻ്റെ വീട്ടിലെ ഒരു വുളൻ ഡ്രേപ്പ് വെച്ചുമാണ് എന്നും പിന്നീട് പോലീസ് കണ്ടെത്തുന്നു. ഒരാളെ കൊല്ലുക എന്നത് താരതമ്യേന എളുപ്പമാണ്. എന്നാൽ ആ കൊലപാതകം പിന്നിൽ അവശേഷിപ്പിക്കുന്ന മൃതദേഹമാണ് ഒരു കൊലയാളി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഡോക്ടർ റക്ഷന് അബദ്ധം പറ്റിയതും അവിടെ തന്നെ. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവ്വം അയാൾ ചെയ്ത ഓരോ പ്രവൃത്തിയും അയാൾ പോലും അറിയാതെ അയാൾക്കെതിരായ നിരവധി തെളിവുകൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. 1935 ഒക്ടോബർ 19 ഡോക്ടർ ബക്രക്ഷന്റെ ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ അവസാനത്തെ ദിനമാണ്. ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് തന്നിലേക്ക് എത്തിച്ചേരാമെന്ന് അപ്പോഴേക്കും ഡോക്ടർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കിലെ ടെലിഫോൺ ബെൽ അടിച്ചപ്പോൾ നെഞ്ചിടിപ്പോടെ അത് അറ്റൻഡ് ചെയ്യുന്ന അയാൾ തികച്ചും സ്വാഭാവികമായ സ്വരത്തിൽ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാൻ വേണ്ടി സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ പോവുകയല്ലാതെ ഡോക്ടർക്ക് വേറെ വഴിയില്ലായിരുന്നു. സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്ന ഡോക്ടറെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു.
ഡോക്ടർ ബക്രക്ഷനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ പോലീസ് അയാളുടെ വീട്ടിലും ക്ലിനിക്കിലുമൊക്കെ വളരെ വിശദമായ പരിശോധനകൾ നടത്തി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും മാഗ്നിഫൈയിങ് ഗ്ലാസ് വെച്ച് അവർ തെളിവുകൾക്ക് വേണ്ടി പരതി. തന്റെ വീടിന്റെ നിലവും കാർപ്പറ്റുകളും കുളിമുറികളും ഒക്കെ ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ തുടച്ചു വൃത്തിയാക്കി എന്നാണ് ഡോക്ടർ ധരിച്ചിരുന്നത് എങ്കിലും പലയിടത്തു നിന്നും ഫോറൻസിക് സംഘത്തിന് ചോരത്തുള്ളികളും മാംസത്തിന്റെയും എല്ലിന്റെയും അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെടുക്കാനായി. പുറത്തെ പുൽത്തകിടിയിലിട്ട് ഡോക്ടർ തന്റെ ചോര പുരണ്ട വസ്ത്രങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചിടത്തും ഉണ്ടായിരുന്നു തീരെ ചെറിയ ചില പൊട്ടും പൊടിയും. പ്രൊഫസർ ഗ്ലൈസ്റ്ററും പ്രൊഫസർ ബ്രാഷും ചേർന്ന് ഇരകളിലേക്ക് നീളുന്ന പല കണ്ടെത്തലുകളും നടത്തിയിരുന്നുവെങ്കിലും കൊല്ലപ്പെട്ടത് ഇസബെല്ല തന്നെയെന്ന് സംശയാതീതമായി കോടതിയിൽ തെളിയിക്കാൻ അത് പോരായിരുന്നു. അതിനുവേണ്ടി ഈ കേസിൽ കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ തലയോട്ടിയുടെ എക്സ്റേ എടുത്ത് അതും ഇസബെല്ലയുടെ ഒരു ഫോട്ടോഗ്രാഫും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കുന്ന പോലീസ് ഇത് രണ്ടും തമ്മിലുള്ള കൃത്യമായ മാച്ചിങ് കണ്ട് ഞെട്ടിപ്പോന്നു. കുറ്റാന്വേഷണങ്ങളുടെ ചരിത്രത്തിൽ വിജയകരമായിട്ട് നടത്തപ്പെട്ട ആദ്യത്തെ സ്കൾ സൂപ്പർ ഇമ്പോസിഷൻ ആയിരുന്നു ഈ കേസിലേത്. ഇതിനു പുറമെ ഒരു തെളിവ് കൂടി ഫോറൻസിക് വിദഗ്ധർ ഈ കേസിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതും കുറ്റാന്വേഷണത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒന്നാണ്. മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ അരുവിയുടെ കരയിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ അതിൽ ബ്ലൂ ബോട്ടിൽ മാഗറ്റ്സ് എന്നറിയപ്പെടുന്ന കാലിഫോർണിയയുടെ ഫ്ലൈ ഫാമിലിയിൽപ്പെട്ട ഒരുതരം പുഴുക്കൾ കൊണ്ട് ഇൻഫെസ്റ്റഡ് ആയിരുന്നു. ഗ്ലാസ്കോ സർവകലാശാലയിലെ ഡോക്ടർ അലക്സാണ്ടർ മിയാൻസ് എന്നു പേരുള്ള ഒരു വിദഗ്ധനായ എൻഡോമോളജിസ്റ്റിനെ ഈ കേസിൽ പോലീസ് കൺസൾട്ട് ചെയ്യുന്നു. ഈ ബ്ലോ ഫ്ലൈകൾക്ക് മൃതദേഹത്തിന്റെ ഗന്ധം ഏതാണ്ട് 10 മൈൽ അകലെ നിന്ന് പോലും തിരിച്ചറിയാനാകും. ഒരു ഡെഡ് ബോഡി അവൈലബിൾ ആയി മിനിറ്റുകൾക്കുള്ളിൽ എവിടെ നിന്നെങ്കിലും ഈ ഫ്ലൈകൾ പറന്നു വന്ന് മൃതദേഹത്തിൽ മുട്ടയിടും. ഈ മാഗറ്റുകളുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് പരിശോധിച്ചാൽ ഒരു എൻഡോമോളജിസ്റ്റിന് എത്ര മണിക്കൂറുകളായി ഈ മൃതദേഹം ഭക്ഷിച്ച് ഈ കീടങ്ങൾ അതിൽ വളർന്നു വരുന്നുണ്ട് എന്ന് ഏറെക്കുറെ കൃത്യമായി കണക്കുകൂട്ടി കണ്ടെത്താനാകും. ഫോറൻസിക് മെഡിസിനിൽ ഇതിന് പറയുന്ന പേര് പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്നാണ്. ഡോക്ടർ അലക്സാണ്ടർ മിയൻസ് ഈ പുഴുക്കളുടെ വളർച്ച പരിശോധിച്ച് ആ 2 യുവതികളും കൊല്ലപ്പെട്ടത് ഏകദേശം 12 മുതൽ 14 ദിവസം വരെ മുമ്പാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതായത് സെപ്റ്റംബർ 14-നോ 15-നോ ആണ് കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്നർത്ഥം. ഇത് ഡാൾട്ടൺ സ്ക്വയറിലെ വീട്ടിൽ നിന്ന് ഇസബെല്ലയും മേരിയും മിസ്സിംഗ് ആയ കൃത്യം അതേ ദിവസമാണ്. ഈ പറഞ്ഞ ദിവസത്തിന് ശേഷവും ഇവർ ജീവനോടെ ഉണ്ട് എന്ന് ഡോക്ടർ റക്ഷൻ അയൽക്കാരോടും ഫാമിലി ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇതും അയാൾക്കെതിരായി. അന്ന് ഇങ്ങനെ ഒരു കേസിൽ ഒരു ഫോർമൽ തെളിവായി കോടതി സമക്ഷം വെക്കാനുള്ള സാധുതയൊന്നും ഫോറൻസിക് എൻഡോമോളജി പഠനങ്ങൾക്കില്ലായിരുന്നുവെങ്കിലും അത് കൊലയാളി ഡോക്ടർ റക്ഷൻ തന്നെയെന്നുള്ള പോലീസിന്റെ വിശ്വാസത്തിനും ബലം പകർന്നു. ഇങ്ങനെ അതിശക്തമായ നിരവധി തെളിവുകളുടെ ബലത്തിൽ ഒടുവിൽ കേസ് 1936 മാർച്ചോടെ മാഞ്ചസ്റ്റർ കോടതിയിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ തനിക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ച കുറ്റങ്ങളൊക്കെയും സ്വതസിദ്ധമായ ഒരു പരിഹാസ ചിരിയോടെ ഡോക്ടർ നിഷേധിക്കുന്നു. തന്നിൽ ആരോപിക്കപ്പെട്ടുള്ള കുറ്റങ്ങളൊന്നും തന്നെ താൻ പ്രവർത്തിച്ചിട്ടില്ല എന്നും താനൊരു നിരപരാധിയാണ് എന്നും പോലീസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നും അയാൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഡോക്ടറുടെ പ്രിയപ്പെട്ട പേഷ്യന്റ് മിസ്സിസ് ഹാംഷെയർ വിചാരണയ്ക്കിടയിൽ അയാൾക്കെതിരെ മൊഴി നൽകി. ഡോക്ടറുടെ ഭാര്യയും കുഞ്ഞുങ്ങളുടെ ആയയും ഒക്കെ കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസം വീട് റീഫർബിഷ് ചെയ്യാൻ വരുന്ന ഡെക്കറേറ്റർമാർക്ക് വേണ്ടി ചൂടുവെള്ളം ഒഴിച്ച് വൃത്തിയാക്കി എടുക്കാൻ ഡോക്ടർ തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അത് ചെയ്യുമ്പോൾ ബാത്ടബിലും കാർപ്പറ്റിലും കോണിപ്പടിയിലുമൊക്കെ നനവും കറകളുമൊക്കെ ഉണ്ടായിരുന്നതായി താൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും അവർ മൊഴി കൊടുത്തത് കേസിനെ കൂടുതൽ ബലപ്പെടുത്തി. അതുപോലെ ഭാര്യയെ കാണാതായതിൻ്റെ അടുത്ത ദിവസം ചോര പുരണ്ട ഒരു നീലക്കോട്ട് തന്നെ ഡോക്ടർ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ചിരുന്നു എന്ന അവരുടെ മൊഴിയും നിർണായകമായി. എന്തായാലും ഈ കേസിൽ ഡോക്ടർ കുറ്റക്കാരനാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ ശക്തമായ ഫോറൻസിക് തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ജൂറിക്ക് ഒട്ടും കാലതാമസം ഉണ്ടായില്ല. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളുടെ ആയയും കൊന്ന കുറ്റത്തിന് ഒടുവിൽ 1936 മെയ് 12-ാം തീയതി സ്ട്രേഞ്ച് വേസ് ജയിലിൽ വെച്ച് ഡോക്ടർ ബക്രക്ഷൻ തൂക്കിലേറ്റപ്പെട്ടു. ഡോക്ടർ വധശിക്ഷയ്ക്ക് പിന്നാലെ ബ്രിട്ടനിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ പോലും അന്ന് നടക്കുന്നുണ്ട്. അത് പക്ഷേ ഡോക്ടറെ തൂക്കിലേറ്റിയതിനല്ല, മറിച്ച് വധശിക്ഷയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു എന്ന് മാത്രം. ഡോക്ടർ ബക്രസ്റ്റിനെ തൂക്കിലേറ്റിയതിന് പിന്നാലെ ന്യൂസ് ഓഫ് ദി വേൾഡ് പത്രത്തിന് അയാൾ നേരത്തെ വിറ്റിരുന്ന അയാളുടെ കുറ്റസമ്മത മൊഴി അച്ചടിച്ചു വന്നു. നേരത്തെ എഴുതി തയ്യാറാക്കി ഒരു കവറിലിട്ട് സീൽ ചെയ്ത് തന്റെ മരണശേഷം മാത്രമേ പ്രസിദ്ധപ്പെടുത്താവൂ എന്ന നിർദ്ദേശത്തോടെ അവർക്ക് അയാൾ കൈമാറിയ കുറ്റസമ്മത മൊഴിയിലെ വാചകങ്ങൾ ഏകദേശം ഇങ്ങനെയാണ്: ഇസബെല്ലയെ ഞാൻ കൊന്നത് അവൾക്ക് മറ്റു പുരുഷന്മാരുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധങ്ങളുടെ പേരിൽ എനിക്കുണ്ടായ ക്രോധത്തിന്റെ പുറത്താണ്. ആ കൊലപാതകത്തിന് മേരി സാക്ഷിയായിരുന്നതുകൊണ്ട് എനിക്ക് അവളെയും കൊന്നുകളയേണ്ടി വന്നതാണ്. ഡോക്ടർ ബക്രക്സ്റ്റിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം വളരെ ലളിതമാണ്. അയാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ ജൂറിസ്പ്രുഡൻസിലും ഫോറൻസിക് സയൻസിലും ഒക്കെ അപാര പരിജ്ഞാനമുള്ള ഒരു മുൻകോപിയായ ജീനിയസ് എന്ന നിലയ്ക്കല്ല, ആത്യന്തികമായി അതിക്രൂരനായ അങ്ങേറ്റം പൊസസീവായ ഒരു മാനിയക് മാത്രമായിരുന്നു അയാൾ. ജീവിതത്തിൽ താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന തൻ്റെ പ്രിയപത്നിയെ കൊന്നുകളയാൻ അയാൾക്കൊരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒരു കൊലപാതകം പ്രവർത്തിച്ച ശേഷം അവരുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി വെട്ടിയെറിഞ്ഞ് തെളിവുകൾ നശിപ്പിക്കാനും ഒരു മനഃശാഞ്ചല്യവും അയാൾക്കുണ്ടായിരുന്നില്ല. ഡോക്ടർ ബക്രക്ഷൻ എന്ന സൈക്കോ ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഇസബെല്ല ഒരിക്കലും ആത്മാഭിമാനവും സ്വയം നിർണയാവകാശവുമുള്ള ഒരു സ്വതന്ത്ര വ്യക്തി ആയിരുന്നില്ല. മറിച്ച് അവരെ അയാൾ കണക്കാക്കിയതും പരിചരിച്ചിരുന്നതുമൊക്കെ
എന്തും പ്രവർത്തിക്കാൻ അവകാശമുള്ള സ്വന്തം പ്രോപ്പർട്ടി എന്ന നിലയ്ക്ക് മാത്രമാണ്. അടങ്ങാത്ത സ്നേഹത്തിന്റെ മറവിൽ അയാൾ ചെയ്തു കൂട്ടിയതൊക്കെയും അവരെ ശ്വാസം മുട്ടിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. സ്വന്തം സ്വഭാവത്തിലെ വൈകല്യങ്ങളെയും മനസ്സിന്റെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് വരുന്ന വിഹുലതകളെയും ഒരിക്കലും മനസ്സിലാക്കാൻ ഡോക്ടർ ബക്രക്ഷന് സാധിക്കാതെ പോയി. അത് അയാളെ ഒടുവിൽ ക്രിമിനൽ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ദയാഹീനനായ ഒരു കൊലപാതകിയാക്കി മാറ്റുകയും ചെയ്തു. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.